പക്ഷെ കണ്ടിരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ മാക്സിമം പറ്റാൻ സാധ്യതയില്ല ആൾക്കാർക്ക്, അതെനിക്ക് തോന്നുന്നു. പിന്നെ ഹേ സിനിഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. വിപിൻ ജോർജ് വിഷ്ണു ഉണ്ണികൃഷ്ണൻ കോംബോയിൽ ഒരു കോമഡി മൂവി റിലീസ് ചെയ്തിട്ടുണ്ട്, അപൂർവ പുത്രന്മാർ. അപ്പോൾ കണ്ടിറങ്ങി ഓടിച്ചുകൊണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു റിവ്യൂ എന്ന് വെച്ച് നോക്കാം. സിനിമ കണ്ടവർ നിങ്ങളുടെ റിവ്യൂ ഒക്കെ കമൻറ്റ് ചെയ്തേക്കുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. നേരെ അപൂർവ പുത്രന്മാർ റിവ്യൂലേക്ക്. അപൂർവ പുത്രന്മാർ അല്ല, പൂർണ്ണമായിട്ട് ഒരു തൃപ്തികരമായിട്ടൊരു പടമായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം ഇവർ രണ്ടുപേരും ഇപ്പോഴത്തെ സെലക്ഷൻ വളരെ വീക്കായിട്ടാണ് തോന്നുന്നത്. സ്ക്രിപ്റ്റ് സെലക്ഷൻ്റെ കാര്യത്തിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് അവർ സെലക്ട് ചെയ്ത നല്ല പടങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും കിട്ടാൻ ചാൻസസ് ഉണ്ട്. അവർ മോശം നടന്മാരല്ല, പക്ഷെ അവർ എടുക്കുന്നതാണ് അവരെ ഡൗൺ ആക്കുന്നത് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സിറ്റുവേഷൻ കോമഡി ആണോ അതോ സിറ്റുവേഷൻ കോമഡീസ്? എനിക്ക് തോന്നുന്നത് ഇതൊക്കെ ഒരു പഴയകാല സംഭവങ്ങളാണ് വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ച് അത് പോകുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ കണ്ടിരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ മാക്സിമം പറ്റാൻ സാധ്യതയില്ല ആൾക്കാർക്ക്, അതെനിക്ക് തോന്നുള്ളൂ. പിന്നെ ഇതുപോലെ ക്രിസ്ത്യാനിറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, അതും മേ ബി അത് അടി ഉണ്ടാവും, സാധ്യത ഉണ്ടാവും. പക്ഷെ അത് കാണാൻ ആൾക്കാർ തിയേറ്ററിൽ വന്നാൽ മാത്രം, ഇല്ലെങ്കിൽ പിന്നെ ഇതുപോലെ സീൻ ഓർഡേഴ്സ് ഒന്നും വർക്കൗട്ട് ആയിട്ടില്ല അതിൻ്റെ അകത്ത്. ഒരു നല്ലൊരു തിരക്കഥ ഇല്ലായ്മ ഉണ്ട് അതിൻ്റെ അകത്ത്, പടത്തിൽ എടുത്ത് പറയേണ്ട. സ്റ്റോറി വൈസ് ഒക്കെ പുതുമയായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ പറഞ്ഞ ഒരു പഴയ കാലം, ഞാൻ പറഞ്ഞ പഴയ ടൈമിലൊക്കെ ഇറക്കിയിരുന്ന അത്യാവശ്യം ആൾക്കാർ വർക്കൗട്ട് ആവുന്നതാണ്. ഇപ്പോൾ ഈ ഒരു സമയത്ത് ആൾക്കാർ ഇപ്പോൾ നോക്കിയേ വരത്തുള്ളൂ. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ റിവ്യൂസും ബാക്കി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് ഒരു പടം കാണാൻ ആൾക്കാർ വരുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ ചാൻസസ് കുറവാണ്. ഇത് ഇറങ്ങിയ പോലും ആൾക്കാർ അറിഞ്ഞിട്ടില്ല, അതാണ് ഏറ്റവും വലിയ രസം. ഓക്കെ, കോമഡിയാണ്. കോമഡിയാണെന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത്. എനിക്കത് ട്രാജഡി ആയിട്ടാണ് തോന്നുന്നത്. ശരിക്കും ഈ വിഷ്ണു ഉണ്ണികൃഷ്ണൻ വിപിൻ ജോർജ് കോംബോ നമ്മൾ പ്രതീക്ഷിച്ചല്ലേ? ആ ഒരു ഇതെങ്ങനെയുണ്ട്? അത് കണ്ടിട്ട് മറ്റേ ബാലരമയിലെ കഥ, ചിത്രകഥ പോലെ തോന്നുന്നു. മൊത്തത്തിലൊന്ന് സ്റ്റോറിയൊക്കെ എങ്ങനെ ഒന്ന് പറഞ്ഞിട്ട് പോയോ? ഒരു നമ്മള് കോമഡിയാക്കി വർക്കാവാഞ്ഞതാണോ അതോ? അല്ല, അവരുടെ പഴയ പടമൊക്കെ നല്ല പടമായിരുന്നല്ലോ. അമർ അക്ബറും കട്ടപ്പന, ഋത്തിക് റോഷൻ, അതുപോലെ തന്നെ പഴയ പൾസ്, ഈ സാധാരണ പ്രേക്ഷകരുടെ പൾസ് അവർക്ക് കിട്ടുന്നില്ലെന്ന് തോന്നുന്നു. ആ ഒരു ഇത് കിട്ടുന്നില്ലെന്ന് തോന്നുന്നു. കോമഡി വർക്കൗട്ട് ആയിട്ട് ഒരു ത്രില്ലറും കൂടി വരുന്നുണ്ടല്ലോ ഇതിനകത്ത്, ഒരു ഡ്രാമ പാർട്ടിൽ. ഉറങ്ങുമായിരുന്നു, അത് കണ്ട് കൃത്യം കിട്ടിയില്ല. ഓക്കെ.